മുടി വളരാനും താരൻ അകറ്റാനും ഇതുപോലെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓയിൽ ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. ചെറിയൊരു ബോട്ടിലിന് തന്നെ ഒരു 400 500 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് അത് ഉണ്ടാക്കുന്ന ഒരു ഹെർബിനെ പറ്റിയാണ് റോസ്മേരി ഓയിൽ ഉണ്ടാക്കാൻ നമുക്ക് വേണമെങ്കിൽ ടോണർ സെറം ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഹെയറിന് വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ശരിക്കും ഇതൊരു നാച്ചുറൽ ഹെർബാണ്. ഇത് മോസ്റ്റ്ലി എല്ലാവരും കുക്കിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഫുഡിനകത്ത് നല്ല ഒരു സ്മെല്ല് കിട്ടാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനപ്പുറം ഒരുപാട് യൂസസ് ഉണ്ട് ഇതിന്. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ നന്നായിട്ട് കുറയാനും നല്ലൊരു ഓപ്ഷനാണിത്. ഇത് നമ്മൾ റോസ്മേരിയുടെ ഡ്രൈഡ് ലീഫ് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടും. മറ്റുള്ള ഹെയർ ഓയിൽസ് ഉപയോഗിക്കുന്ന പോലെയല്ല ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് ഇത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അളവും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. റോസ്മേരി ഓയിലിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്തുണ്ട്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. റോസ്മേരിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ അടങ്ങിയതാണ്. പിന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻസ് ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ റോസ്മേരിയുടെ മെയിൻ ഒരു കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോസ്മേരിയിൽ അടങ്ങിയിരിക്കുന്ന കാർനോസിക് ആസിഡ് മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂ ഹെയർസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് നന്നായിട്ട് കുറയും. കാരണം ഇതിനകത്ത് ശരിക്കും സ്കാൽപ്പ് ഡ്രൈ ആവുന്നത് മാറുന്നതാണ്. ഡ്രൈനെസ് മാറ്റുന്നതായതുകൊണ്ട് താരൻ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പൊക്കെ ആ ഒരു കണ്ടീഷനൊക്കെ മാറും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ ഡൈലൂട്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. ഇത് ഡയറക്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഹെയർ ഓയിൽ ശരിക്കും കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ pH ലെവൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ pH ലെവലുമായിട്ട് ഇംബാലൻസ്ഡ് ആവും ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഓവർ ഡോസായിട്ട് നമ്മൾ അത് ഹെയറിൽ അപ്ലൈ ചെയ്യരുത്. ഒരു മിനിമം ഡോസിൽ അത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഏതെങ്കിലും ഒരു കാരിയർ ഓയിലുമായിട്ട് ഇത് ഡൈലൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരിയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ, ബദാം ഓയിൽ, ഒലീവ് ഓയിൽ അങ്ങനെയുള്ള ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കരുത് കാരിയർ ഓയിലായിട്ട്. കാരണം കാസ്റ്റർ ഓയിൽ ഇതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓയിൽസൊക്കെ ഉപയോഗിക്കാം. പിന്നെ റോസ്മേരി ഓയിൽ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നിയൊരു കാര്യം, ഹെയർ നമ്മുടെ കുറച്ച് ബ്ലാക്കൻ ആവും. ഇപ്പോൾ നമ്മുടെ ഹെയർ ഇപ്പോൾ എന്താ പറയുക, നരച്ച ഹെയറും അതുപോലെ തന്നെ കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ള ഹെയറൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ആൻഡ് കളർ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഏത് കരിയർ ഓയിലാണോ എടുത്തേക്കുന്നത് ആ കരിയർ ഓയിലിൻ്റെ കൂടെ ഒരു 5 ഡ്രോപ്സ്, മാക്സിമം 5 ഡ്രോപ്സ് വരുന്ന അത്രയും നമുക്ക് ഈ ഓയിൽ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിലും പകുതിയുള്ള ഈ ഒരു ബോട്ടിലിൻ്റെ ഹാഫായിട്ടുള്ള ഒരു ബോട്ടിലൊക്കെ വാങ്ങിക്കുമ്പോൾ 500 റുപ്പീസിന് അകത്ത് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഓയിലിൻ്റെ റേറ്റ്. അപ്പോൾ അത്രയും റേറ്റുള്ള ഒരു ഓയിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ കുറച്ച് ചിലവ് കുറച്ച്, അതായത് അത്രയും എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുമാത്രമല്ല നമുക്കത് ഒത്തിരി നാൾ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ റോസ്മേരി ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക, അതിനകത്തേക്ക് പകുതി വെള്ളം വയ്ക്കുക. വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കൊരു സ്റ്റീലിൻ്റെ ബൗളെടുത്ത് അതിൻ്റെ നടുക്ക് വയ്ക്കാം. അതിനകത്തേക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട ഓയിൽ, കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത്. അത് നന്നായിട്ട് പകുതിയായിട്ട് ആ ഒരു ഹാഫ് പോർഷനിലേക്ക് സെൻറ്ററിൽ തന്നെ വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആയുർവേദ കടകളിലൊക്കെ കിട്ടും, റോസ്മേരി ലീവ്സ് ഡ്രൈഡ് ആയിട്ടുള്ളത് കിട്ടും. അത് മേടിക്കാനായിട്ട് ഏറ്റവും കൂടിയതൊരു 50 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അത് ഒരു പാക്കറ്റ് കിട്ടും. അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം മതി നമുക്ക് ഓയിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂണാണ് ഇതിനകത്തേക്ക് എടുക്കുക. അപ്പോൾ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ഡൗട്ട് ഞാൻ പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഇത്രയും മതിയോ, ഇത്രയും ഓയിൽ എടുത്താൽ മതിയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. നമ്മളിത് ഉപയോഗിക്കുന്നത് ഒരു ദിവസം 2-3 ഡ്രോപ്സ് അല്ലെങ്കിൽ മിനിമം 5 ഡ്രോപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഡൈല്യൂട്ട് ചെയ്ത് വേറൊരു
ഓൾറെഡി കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് ചെയ്തെങ്കിൽ പോലും ഇത് ഉണ്ടാക്കി വരുമ്പോൾ റോസ്മേരി ഓയിലാണ്, എസെൻഷ്യൽ ഓയിലാണ്. സോ അത് ഡൈല്യൂട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും കാരിയർ ഓയിലിൻ്റെ, ഇപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി നാളത്തേക്ക് 1 ഇയർ വരെയൊക്കെ നിൽക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന അളവ് പറയാം. കോക്കനട്ട് ഓയിൽ നമ്മൾ ആദ്യം ഒരു 50 ഗ്രാം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യം അത്ര ഒഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ പുറത്തുള്ള വെള്ളം ആ രീതിയിൽ എന്താ പറയുക, നമ്മൾ അത് കൂടുതലാണോ അല്ല വെള്ളം ഇതിനകത്തേക്ക് ഇത് തെറിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം അത്ര ഒഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു 100 ഗ്രാം ഓയിൽ അതിനകത്തേക്ക് ഫുള്ളായിട്ട് കൊള്ളും. അപ്പോൾ ഞാൻ ആദ്യം ഈ റോസ്മേരി ഓയിൽ ഇട്ടതിന് ശേഷം ബാക്കി ഓയിലും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഈ 3 സ്പൂൺ റോസ്മേരി ലീവ്സിന് ഞാൻ 100 ഗ്രാം കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഞാനൊരു തുളസിയുടെ ഇലയും കൂടെ ഇടുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, രാമതുളസി എന്ന് പറയുന്നൊരു തുളസി ഇലയാണ്. നല്ല സ്മെല്ലുള്ളൊരു ഇലയാണ്. അപ്പോൾ അത് ഞാൻ സാധാരണ ഇപ്പോൾ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു നാച്ചുറൽ ചെറിയൊരു സ്മെല്ല് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതിന് വലിയൊരു സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല, എഫക്റ്റീവായിട്ടുള്ള സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല സ്മെല്ല് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു തുളസിയുടെ ഇല, രാമതുളസി എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുള്ള ഇലയാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിലും കുഴപ്പമില്ല. റോസ്മേരി ഓൾറെഡി നല്ല സ്മെല്ലുള്ളൊരു ഹെർബാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതും കൂടെ ചേർക്കാം, നല്ലതാണ്. ഇനി അത്യാവശ്യം ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ വെള്ളം പുറത്തേക്ക് തെറിക്കുന്നില്ല എന്നുള്ള രീതിയിലാവുമ്പോഴേക്കും ബാക്കിയുള്ള ഓയിലും കൂടെ 50 ഗ്രാം ഓയിലും കൂടി ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില ആളുകൾ ഈ ഒരു ഓയിൽ ഓവർ നൈറ്റൊക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും അത്ര എഫക്റ്റീവ് ആയിരിക്കില്ല. കാരണം ചില ആൾക്കാർക്കിങ്ങനെ നീരിറക്കം, അങ്ങനെ തലയ്ക്ക് തണവൊക്കെ കൂടുതൽ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ തലനീരിറക്കം, തലവേദന അങ്ങനെയുള്ള പല സൈഡ് എഫക്ട്സും ഉണ്ടാവാൻ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം രാത്രിയിൽ തേച്ച് കിടക്കുന്ന ശീലമുള്ളവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങളുടെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുന്നൊരു മുടിയാണെങ്കിൽ, അല്ലെങ്കിൽ താരനുള്ളൊരു മുടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഓയിൽ നല്ല എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ശരിക്കും സ്കാൽപ്പിലെ ഡ്രൈനെസ് മാറ്റുന്ന ഒരു ഹെയർ ഓയിലാണിത്. ഇത് നിങ്ങൾ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ മുടിയിഴകളൊക്കെ നമുക്ക് പുതിയതായിട്ട് വരും. അതുപോലെ തന്നെ ഹെയറിന് കുറച്ച് ലെങ്ത്ത് വയ്ക്കും. ഹെയറിൻ്റെ ഒരു സ്ട്രക്ചറേ മാറും. ശരിക്കും കുറച്ച് ഒരു എന്താ പറയുക, കുറച്ചൊരു നല്ലൊരു ടെക്സ്ചർ തന്നെ ഉണ്ടാവും ഹെയറിന്. പിന്നെ ഇതിനകത്തുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഹെയർ ഓയിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വേറൊരു കാരിയർ ഓയിലിൻ്റെ, നിങ്ങൾ ഏത് ഓയിലാണോ ഹെയറിൽ സ്ഥിരമായിട്ട് തേക്കുന്നത് ആ ഒരു ഓയിലിൻ്റെ കൂടെ 2-3 ഡ്രോപ്സോ അല്ലെങ്കിൽ മാക്സിമം 5 ഡ്രോപ്സ് വരെയോ ആഡ് ചെയ്തിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ആവണക്കെണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ലേ? ആവണക്കെണ്ണ ഡയറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റും വരും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വേറൊരു കാരിയർ ഓയിലിൻ്റെ കൂടെയാണ് നമ്മൾ ചേർത്തിട്ട് യൂസ് ചെയ്യുക. അതും നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതും, നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മുടി നന്നായിട്ട് കറക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഓൾറെഡി നന്നായിട്ട് മുടി ഇപ്പോൾ ബ്രൗൺ കളർ മുടിയാണെങ്കിലും നരച്ച മുടിയാണെങ്കിലും നന്നായിട്ട് കറക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മുടി കളർ ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കളറ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്, തിരിച്ച് റിട്ടേൺ ബ്ലാക്ക് ആയിട്ടൊക്കെ മാറും. അതുകൊണ്ട് കളർ ചെയ്തിട്ടുള്ള മുടിയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ബൗളിൽ വെച്ചിരിക്കുന്ന ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ചൂടായി അതിൻ്റെ മുകളിൽ കുറേ പതയൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതാണ് ആ ഓയിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അറിയാൻ പറ്റുന്നൊരു കാര്യം അതാണ്. നന്നായിട്ട് പത വന്ന് കിടക്കുന്നുണ്ടാവും മുകളിൽ. അത് മാത്രമല്ല, ഈ റോസ്മേരി ഓയിലായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അറിയാൻ പറ്റുന്ന വേറെ കാര്യം, അതിൻ്റെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും നന്നായിട്ട്. നല്ല ഒരു യെല്ലോ കളറായിരിക്കും, ഒരു പെയിൽ യെല്ലോ കളറായിട്ട് മാറും നമ്മുടെ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഏകദേശം നമ്മുടെ ഓയിലവിടെ സെറ്റായിട്ടുണ്ടാവും. ദെൻ ഓഫ് ചെയ്യുക. എന്നിട്ട് ആറിക്കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒരു സ്റ്റെയിനർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇത് നന്നായിട്ട് അടച്ച് വെച്ച് യൂസ് ചെയ്യാൻ നമുക്ക്. അതുപോലെ തന്നെ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു കണ്ടെയ്നറിലോ എടുത്തിട്ട്, കണ്ടെയ്നറിലാണെങ്കിൽ ഒരു ഫില്ലർ വെച്ചിട്ടോ അല്ലെങ്കിൽ എടുത്ത് നമുക്ക് 3 to 5 ഡ്രോപ്സ് ഹെയറിൽ ഡെയിലി അപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് റോസ്മെരി ഓയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഓർഗാനിക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കണം കേട്ടോ.